നമസ്കാരം. ലോക്സഭാ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യത്ത്. ഓരോ ഘട്ടത്തിലും ബി.ജെ.പിയുടെ മുന്നേറ്റങ്ങൾ അത് വലിയ രീതിയിൽ തന്നെ രാജ്യത്തെ വിവിധ മാധ്യമ സ്ഥാപനങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 400 സീറ്റുകൾ മുന്നോട്ട് വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യം മുന്നോട്ട് വെച്ചുകൊണ്ട് പോകുന്ന ബി.ജെ.പിയെ സംബന്ധിച്ച് ഇത് ഒരു വലിയ ജീവൻ മരണ പോരാട്ടമൊന്നുമല്ല. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചും ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചും മറ്റ് പ്രതിപക്ഷ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചെല്ലാം ഒരു കാര്യമാണ് ഇവിടെ പ്രധാനമായിട്ട് സൂചിപ്പിക്കപ്പെടുന്നത്. അവരുടെ നിലനിൽപ്പിനെ തന്നെ ഏറ്റവും വലിയ രീതിയിൽ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ഇലക്ഷൻ ആയിട്ട് 2024 ഈ പാർലമെന്റ് ഇലക്ഷൻ മാറിയിരിക്കുകയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു 100 സീറ്റെങ്കിലും എങ്ങനെയെങ്കിലും നേടിയെടുക്കുക എന്നുള്ള ലക്ഷ്യം, CPM-നെ സംബന്ധിച്ച് അവരുടെ ചിഹ്നം നഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരു വലിയ പോരാട്ടം തന്നെ അവർക്ക് കാഴ്ചവെക്കേണ്ടി വരുന്നു. അപ്പൊ ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ രാജ്യത്തെ വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വലിയ പ്രതിസന്ധിയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനൊക്കെ വലിയ രീതിയിൽ സ്വാധീനമുണ്ടായിരുന്ന ബംഗാളിന്റെ അവസ്ഥ വലിയ രീതിയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. ബംഗാളിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ തൃണമൂൽ കോൺഗ്രസ് ഗ്രാമാന്തരങ്ങൾ മുഴുവൻ അടക്കി ഭരിക്കുന്ന ഒരു സംസ്ഥാനം തന്നെയാണ്. 74 സീറ്റുകളാണ് നിയമസഭയിൽ ബി.ജെ.പിക്കുള്ളത്. പക്ഷേ കഴിഞ്ഞ വട്ടം പാർലമെന്റ് ഇലക്ഷനിൽ 17 സീറ്റുകളോടുകൂടി വലിയ ഒരു മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിച്ചെങ്കിൽ പോലും ഇത്തവണത്തെ റിസൾട്ട് വരുമ്പോൾ ബംഗാളിൽ മമതാ ബാനർജി ബി.ജെ.പിയുടെ വിജയപ്രളയത്തിൽ മുങ്ങിപ്പോകുമെന്നുള്ള രീതിയിലുള്ള സർവേകളാണ് പുറത്തു വരുന്നത്. 42 മണ്ഡലങ്ങളാണ് ആകെ പാർലമെന്റിലേക്ക് ബംഗാളിൽ നിന്നുള്ളത്. അതിൽ 31 സീറ്റുകളും ബി.ജെ.പി നേടിയെടുക്കുമെന്നുള്ള രീതിയിലുള്ള സർവേകൾ ഇന്ത്യ TV അടക്കമുള്ള NDTV അടക്കമുള്ള പല മാധ്യമ സ്ഥാപനങ്ങളും ഇപ്പോൾ പുറത്തുവിടുകയാണ്. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കണക്കുകൾ പുറത്തു വരുന്നു എന്ന് നോക്കിക്കഴിഞ്ഞാൽ, സന്ദേശ് ഗാലി എന്ന് പറയുന്ന ഒരു ഗ്രാമീണ പ്രദേശത്തെ ഹിന്ദു സ്ത്രീകളെ അല്ലെങ്കിൽ അവിടെ സാധാരണക്കാരായിട്ടുള്ള കർഷക സ്ത്രീകളെ പിടിച്ചു കൊണ്ടുപോയി ക്രൂരമായി ബലാത്സംഗം ചെയ്യുന്ന അടക്കമുള്ള ഒരുപാട് വിഷയങ്ങൾ ബംഗാളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ ബംഗാളിലെ ജനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നിലവിലെ ഗുണ്ടാ ഭരണകൂടത്തെ അവിടെ നിന്ന് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആദ്യത്തെ ഒരു ചവിട്ടുപടിയായിട്ടാണ് യഥാർത്ഥത്തിൽ ഈ പാർലമെന്റ് ഇലക്ഷനെ കാണുന്നത്. പല സംസ്ഥാനങ്ങളും വികസനത്തിന്റെ പാതയിലേക്ക് കുതിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ കേരളവും ബംഗാളും അടക്കമുള്ള ചില സംസ്ഥാനങ്ങൾ ബി.ജെ.പി വിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ എടുക്കുന്ന ഭരണ സംവിധാനങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ മുഖ്യമന്ത്രിമാരുടെ നിലപാടുകളെല്ലാം തന്നെ ഒരു സംസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ പൂർണ്ണമായിട്ടും ഇല്ലാതായി പോകുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇതിനെല്ലാം ഒരു മാറ്റം വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് പൂർണ്ണമായിട്ടും അവിടുത്തെ ജനങ്ങൾ തന്നെ മുന്നിട്ടുകൊണ്ട് മോദി സർക്കാരിന്റെ വികസന സംവിധാനങ്ങൾക്കൊപ്പം നിൽക്കാൻ പറ്റുന്ന ഒരു വലിയ സംവിധാനത്തെ നമ്മുടെ സംസ്ഥാനത്ത് പ്രതിഷ്ഠിക്കുക. അതാണ് ബംഗാളിലെ ജനങ്ങൾ ഇപ്പോ ബി.ജെ.പിയുടെ താമര ചിഹ്നത്തെ പൂർണ്ണമായിട്ടും ഹൃദയത്തോട് ചേർത്ത് നിർത്തിക്കൊണ്ട് തങ്ങളുടെ രാഷ്ട്രത്തെ അല്ലെങ്കിൽ തങ്ങളുടെ രാജ്യം ഏത് തരത്തിലേക്കാണ് കുതിച്ചുകൊണ്ടിരിക്കുന്നത് അതിനൊപ്പം നമ്മുടെ സംസ്ഥാനവും കുതിക്കണം. തൊഴിലില്ലായ്മ അടക്കമുള്ള പല പ്രതിസന്ധികളും ബംഗാളിലെ സാധാരണ യുവജനങ്ങൾ അനുഭവിക്കുന്ന സമയത്ത് മറ്റ് സംസ്ഥാനങ്ങൾ, കേരളം അടക്കമുള്ള മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വന്ന് ഇവിടുത്തെ ആളുകളുടെ ഇടയിൽ വന്ന് ജോലി ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥ ഒരു സംസ്ഥാനത്തെ തൊഴിലാളികൾക്ക്, യുവജനങ്ങൾക്ക് ഉണ്ടാകണമെങ്കിൽ എത്രത്തോളം വലിയ രീതിയിലുള്ള പ്രതിസന്ധി ആയിരിക്കണം അവിടെ അവർ നേരിടുന്നതെന്ന് നമ്മൾക്ക് ബോധ്യപ്പെടാം. ബംഗാളിന്റെ ഒരു രാഷ്ട്രീയ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നന്ദിഗ്രാം എന്ന് പറയുന്ന ഒരു ഗ്രാമീണ പ്രദേശത്തുണ്ടായ കർഷകർക്ക് നേരെ നടത്തിയ ക്രൂരമായിട്ടുള്ള വെടിവെപ്പിന്റെ പേരിലായിരുന്നു CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെതിരെ ഒരു കൃത്യമായിട്ടുള്ള ബദൽ സംവിധാനം കൊണ്ടുവന്നുകൊണ്ട് മമതാ ബാനർജി തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ബംഗാളിന്റെ താഴെ തട്ടിലേക്ക് വലിയ രീതിയിൽ ആഴത്തിലിറക്കിക്കൊണ്ട് അവിടുത്തെ ഭരണം പിടിച്ചെടുത്തത്. പക്ഷെ ഭരണം പിടിച്ചെടുക്കുന്ന സമയം മുതലേക്ക് തന്നെ ഗുണ്ടകൾ ഉപയോഗിച്ചുകൊണ്ട് CPM-ന്റെ പ്രവർത്തകരെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. CPM ഇതേ രീതിയിൽ തന്നെ ശ്രമിക്കുന്നു. CPM വർഷങ്ങളായിട്ട് അവിടെ ഉണ്ടായിരുന്ന സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ അവരുടെ പ്രസ്ഥാനത്തെ, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ എതിർത്ത് കഴിഞ്ഞാൽ, അവർക്കെതിരെ സ്ഥാനാർത്ഥിയായി നിന്ന് കഴിഞ്ഞാൽ എല്ലാം കൊലപ്പെടുത്തുന്ന തരത്തിലേക്കുള്ള നിലപാടുകൾ എടുത്തുകൊണ്ട് പോയ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ കണ്ണൂർ എങ്ങനെയാണോ, കണ്ണൂരത്തെ അതേ തരത്തിലുള്ള ഒരു, കണ്ണൂർ എല്ലാ സ്ഥലങ്ങളിലല്ല ചില സ്ഥലങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കാണിക്കുന്ന നിലപാട്, ആ നിലപാട് എങ്ങനെയാണോ അത് തന്നെയാണ് ബംഗാളിലെ മുഴുവൻ പ്രദേശങ്ങളിലും ഇവർ നടത്തിപ്പോകുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ നിരന്തരമായിട്ട് തൃണമൂൽ കോൺഗ്രസും CPM-ഉം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത് അവിടുത്തെ ജനങ്ങളുടെ ഇടയിൽ ജനാധിപത്യം എന്ന് പറയുന്ന സംവിധാനത്തെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള എല്ലാ നിലപാടുകൾക്കെതിരെയും കൃത്യമായിട്ട് ഒരു ബദൽ സംവിധാനമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി ഇപ്പൊ മുന്നോട്ട് വന്നിരിക്കുകയാണ്. നമ്മൾക്കറിയാം കഴിഞ്ഞ വട്ടത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മമതാ ബാനർജിക്കടക്കം സുവേന്ദു അധികാരി എന്ന് പറയുന്ന ബി.ജെ.പിയുടെ നേതാവിന് മുന്നിൽ മുട്ടുമടക്കി
കടക്കേണ്ടി വന്ന സാഹചര്യം. അത്രത്തോളം വലിയ സ്വാധീനത്തിലേക്ക് ഭാരതീയ ജനതാ പാർട്ടി ബംഗാളിന്റെ വിവിധ പ്രദേശങ്ങളിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു ചരിത്രം കുറിക്കൽ തന്നെയാണ്, അല്ലെങ്കിൽ ഒരു ചരിത്ര രേഖ തന്നെ ആയിരിക്കും ഇത്തവണത്തെ ഈ പാർലമെന്റ് ഇലക്ഷനിൽ. തർക്കമില്ല. ബംഗാളിലെ 42 സീറ്റുകളിൽ 31 സീറ്റുകൾ വരെ BJP നേടിയെടുക്കാമെന്ന് പറയുന്ന സമയത്ത് തൃണമൂൽ കോൺഗ്രസിന്റെ നട്ടലൊടിച്ച് കളയുന്ന തരത്തിലേക്കുള്ള നിലപാടുകളാണ്, അല്ലെങ്കിൽ അതുപോലെയുള്ള നിലപാട് കൃത്യമായിട്ട് തന്നെ അവിടുത്തെ ജനങ്ങൾ എടുത്തിരിക്കുന്നു എന്ന് തന്നെ വേണം നമ്മൾക്ക് മനസ്സിലാക്കി. ഇപ്പൊ സന്ദേശ് കാലി പോലെയുള്ള പ്രദേശങ്ങളിൽ ആദ്യം പറഞ്ഞതുപോലെ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ, അതിൽ ഒരു ഷെയ്ഖ് എന്ന് പറയുന്ന ഷാജഹാൻ ഷെയ്ഖ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ നേതൃത്വത്തിൽ സാധാരണയുള്ള കർഷകരുടെ അടക്കം ഭൂമി അവിടെ നിന്ന് പിടിച്ചെടുക്കുക, ആ കർഷകരുടെ ഭൂമി പിടിച്ചെടുത്തുകൊണ്ട് തന്റെ അധീനതയിലൊക്കെ കണക്കിന് രൂപ സമ്പാദിക്കുക, ED അന്വേഷണവുമായി ബന്ധപ്പെട്ട് വരുന്ന സമയത്ത് EDയെ ആക്രമിക്കുക, ഇതുപോലെയുള്ള ക്രിമിനലിസം കൃത്യമായിട്ട് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ബംഗ്ലാദേശിൽ നിന്നുള്ള കൃത്യമായിട്ടുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന പല ആളുകളുമായിട്ട് വലിയ തരത്തിലുള്ള ബന്ധം സ്ഥാപിക്കുക. ഈ ബന്ധമെല്ലാം സ്ഥാപിച്ചുകൊണ്ട് എന്താണ് ചെയ്യുന്നത്? ഈ ബംഗാളിലെ ഭീകരവാദ പ്രസ്ഥാനങ്ങൾക്ക് പശ്ചിമ ബംഗാളിൽ വേരുറപ്പിക്കാൻ പറ്റുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറ്റുക. അതോടൊപ്പം തന്നെ ഒരുപാട് റോഹിംഗ്യൻ മുസ്ലിംസിന് അവര് പൂർണ്ണമായിട്ടും നമ്മുടെ രാജ്യത്തിന്റെ അകത്ത് ഉണ്ടാകേണ്ട ആളുകളല്ല, രാജ്യത്ത് നിന്ന് പുറത്തേക്ക് പോകേണ്ട ആളുകളാണ്. അപ്പൊ ഇതുപോലെ രാജ്യസുരക്ഷയ്ക്ക് പോലും ഭീഷണിയാവുന്ന തരത്തിലേക്കുള്ള ബംഗ്ലാദേശിൽ നിന്നും മ്യാൻമറിൽ നിന്ന് വരുന്ന റോഹിംഗ്യൻ മുസ്ലിംസിനടക്കം വലിയ രീതിയിൽ ഇവിടെ നമ്മുടെ രാജ്യത്ത്, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഒരു സംസ്ഥാനത്ത് അനധികൃതമായിട്ട് കുടിയേറി പ്പിച്ചുകൊണ്ട് അവർക്ക് വേണ്ടിയുള്ള എല്ലാവിധ സഹായങ്ങളും ചെയ്യുന്ന തരത്തിലേക്കുള്ള നിലപാടുകളാണ് തൃണമൂൽ കോൺഗ്രസിന്റെ ഷാജഹാൻ ഷെയ്ഖിനെ പോലെയുള്ള ആളുകളുടെ ഭാഗത്തുണ്ടാകുന്നത്. അപ്പൊ ഇതിന്റെ പേരാണ് കേന്ദ്ര സർക്കാർ ഇവർക്കെതിരെ നടപടി എടുത്തിരിക്കുന്നത്. അപ്പൊ ഇതുപോലെയുള്ള നടപടിക്രമങ്ങൾ കൃത്യമായിട്ട് രാജ്യത്തിന്റെ കേന്ദ്ര ഭരണകൂടത്തിന്റെ ഭാഗത്തുണ്ടാകുമ്പോൾ ഇതിൽ അസഹിഷ്ണുത പൂണ്ടിട്ടാണ് നമ്മുടെ ദീദി എന്ന് പറയുന്ന തൃണമൂൽ കോൺഗ്രസിന്റെ തലമൂത്ത നേതാവും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുമായിട്ടുള്ള മമതാ ബാനർജി നിരന്തരമായിട്ട് BJP വിരുദ്ധ ആക്ഷേപങ്ങൾ നടത്തി. ഒരു സ്ത്രീയാണ് മുഖ്യമന്ത്രി എന്നുള്ളത് നമ്മൾ നോക്കണം. ഇന്ത്യ മഹാരാജ്യത്ത് നിന്ന് ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് നേരെ ആക്രമണങ്ങൾ നടക്കുന്ന ഒരു സംസ്ഥാനമായിട്ട് പശ്ചിമ ബംഗാൾ മാറിയിരിക്കുന്നു. രാഷ്ട്രീയ സംഘർഷങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് പോലും ഒരു പ്രദേശത്ത് ഈ തൃണമൂൽ കോൺഗ്രസിന്റെ ഗുണ്ടകൾ അതിക്രമിച്ച് കയറി അവിടെയുള്ള സ്ത്രീകളെയും കുട്ടികളെയും അടക്കം ബലാത്സംഗം ചെയ്യുന്ന തരത്തിലേക്കുള്ള നിലപാടുകൾ. കഴിഞ്ഞ വട്ടത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു സരസ്വതി എന്ന് പറയുന്ന ഒരു 19 വയസ്സുകാരിയായിട്ടുള്ള പെൺകുട്ടിയെ അതിക്രൂരമായിട്ട് 15ഓളം വരുന്ന തൃണമൂൽ കോൺഗ്രസിന്റെ പ്രവർത്തകര് പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ വാർത്തകളടക്കം നമ്മൾ അതിന്റെ ചിത്രങ്ങളടക്കം കൃത്യമായിട്ട് കാണാം. അപ്പോൾ അത്രത്തോളം വലിയ രീതിയിൽ ഭീകരവാദ സ്വഭാവത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് തൃണമൂൽ കോൺഗ്രസ് മാറിയിരിക്കുന്നു. അതിലൊരു തർക്കവുമില്ല. ഗുണ്ടകൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു പാർട്ടിയായി തൃണമൂൽ കോൺഗ്രസ് മാറിയിരിക്കുന്നു. നിരന്തരമായിട്ട് ജനങ്ങൾക്കെതിരെ നടത്തുന്ന ഇതുപോലെയുള്ള ജനവേട്ട എന്ന് തന്നെ വേണം പറയാം. ഇതിനെ കൃത്യമായിട്ട് പ്രതിരോധിക്കാൻ സാധാരണ ജനങ്ങൾ വോട്ടിലൂടെ തങ്ങളുടെ സമ്മതിദാവകാശം കൃത്യമായിട്ട് വിനിയോഗിക്കാൻ വേണ്ടി ഇപ്പൊ ബംഗാളിൽ തയ്യാറായിരിക്കുന്നു എന്ന് തന്നെ വേണം നമ്മൾക്ക് പറയാൻ. നിരന്തരമായിട്ട് ഒരു സംസ്ഥാനത്തിന്റെ ക്രമസമാധാന നില തകർത്ത് കൊണ്ടുപോകുന്ന മമതാ ബാനർജിക്കുള്ള ഏറ്റവും വലിയ തിരിച്ചടിയാണ്, ഇന്ത്യ സഖ്യത്തിനുള്ള ഏറ്റവും വലിയ തിരിച്ചടിയാണ്. ഇന്ത്യ സഖ്യത്തെ പോലും അടുപ്പിക്കാൻ പോലും സാധിക്കാതെ, അതിനുപോലും അനുമതി നൽകാത്ത രീതിയിലുള്ള പ്രവർത്തന പദ്ധതികളുമായിട്ട് മമതാ ബാനർജി എന്ന് പറയുന്ന ഗുണ്ടാ മുഖ്യമന്ത്രി ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് അതിനെ പ്രതിരോധിക്കേണ്ടത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ നിലപാടാണ്. ആ നിലപാടിനൊപ്പമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും. ആ നിലപാടിനൊപ്പമാണ് മോദിയെ കൊണ്ട് മാത്രമേ ബംഗാളിന്റെ ഇന്നത്തെ നിലവിലുള്ള ഈ സാഹചര്യത്തെ, ഗുണ്ടാ ക്രിമിനൽ തീവ്രവാദ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വെക്കുന്ന ഈ ഒരു ഭരണ സംവിധാനത്തെ ഇല്ലായ്മ ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. യാതൊരു തർക്കമില്ല. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ പുതിയ സർവേകൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. നന്ദി, നമസ്കാരം.